നമസ്കാരം. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നിട്ട് നാളെ ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ എത്തിപ്പെട്ട ബോയിങ് വിമാനമാണ് അഹമ്മദാബാദിൽ ടേക്ക് ഓഫ് നടത്തി മിനിറ്റുകൾക്കുള്ളിൽ തകർന്ന് താഴേക്ക് വീണത്. തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് പുറത്തേക്കാണ് ഈ വിമാനം തകർന്നു വീണത്. അങ്ങനെ ഏതാണ്ട് 260ഓളം പേരാണ് ഈ ദുരന്തത്തിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഈ വിമാന ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും വ്യക്തമായ യാതൊരു രൂപവും ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫായ നിലയിൽ കാണപ്പെട്ടിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പറഞ്ഞിരുന്നത്. ഇതാരാണ് ഓഫ് ചെയ്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് വിമാനത്തിലേക്ക് ഇന്ധനം വരുന്ന ആ ഭാഗം ഓഫ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഈ പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്ന് അതിലൊരാൾ മറ്റൊരാളോട് നിങ്ങൾ എന്തിനാണ് ആ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അത് ഓഫ് ചെയ്തത് എന്ന് ആ പൈലറ്റ് മറുപടിയും പറയുന്നുണ്ട്. ഇതിലാരാണ് ഇത് ഓഫ് ചെയ്തതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ പ്രധാനമായും ചെന്ന് നിന്നത് വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റിലേക്കാണ്. അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്നുള്ള നിലയിലേക്ക് പിന്നീട് പല വാർത്തകളും കടന്നു വന്നിരുന്നു. ക്യാപ്റ്റൻ സുമിത് സബർവാളായിരുന്നു വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ്. അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്നും അദ്ദേഹം ആത്മഹത്യാപരമായ രീതിയിൽ പെരുമാറി വിമാനം ദുരന്തത്തിന് കാരണമാക്കി എന്നുമുള്ള റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള പല വാർത്താ ഏജൻസികൾ പോലും പുറത്തുവിട്ടിരുന്നു. ഇത് ആ കുടുംബത്തെ തെല്ലൊട്ടുമല്ല വിഷമിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം വിശ്വസിക്കുന്നത്. ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ്റെ പിതാവായ പുഷ്കർ രാജ് സബർവാൾ 90 വയസ്സുകാരനാണ്. അദ്ദേഹം തൻ്റെ മകൻ്റെ സൽപ്പേര് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇപ്പോഴും നടത്തുക. 90 വയസ്സുകാരൻ അദ്ദേഹം സുപ്രീം കോടതിയെ വരെ സമീപിച്ച് തൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുകയില്ല എന്നാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പുഷ്കർ രാജ് സബർവാളും വ്യോമയാന മേഖലയിൽ സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ വിമാനത്തിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുമാണ്. ഭാര്യ മരിച്ച താൻ ഏകനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് VRS എടുത്ത് പിതാവിനൊപ്പം കഴിയാനാണ് മകൻ ആഗ്രഹിച്ചിരുന്നതെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഈ ഒരു വിമാനാപകടം ഉണ്ടായത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ പല മാധ്യമങ്ങളും തൻ്റെ മകനെ അപമാനിച്ചു കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് നിഷേധിക്കാൻ തൻ്റെ മകൻ ഇല്ലല്ലോ എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഏതറ്റം വരെ പോയാലും തൻ്റെ മകന് നീതി കിട്ടണം എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഈ പിതാവ്. 90കാരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു മകളുടെ കൂടെയാണ് കഴിയുന്നത്. എങ്കിൽ പോലും നിയമ പോരാട്ടത്തിൽ നിന്ന് താൻ ഒരിക്കലും പിന്നോട്ടില്ല എന്നും തൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും അദ്ദേഹം ദൃഢനിശ്ചയത്തിലാണ്. മാത്രമല്ല, അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിമാനം അപകടം നടക്കുന്ന സമയത്ത് അതിനെ പ്രധാനമായി നിയന്ത്രിച്ചിരുന്നത് മറ്റൊരു പൈലറ്റായിരുന്നു. അതല്ല, സുമിത് സബർവാൾ അല്ലായിരുന്നു വിമാനം ആ നേരത്തെ നിയന്ത്രിച്ചിരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ ആരാണ് ഇതിന് മറുപടി പറയുക എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും മരിച്ചുപോയ ഒരു മകൻ്റെ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ജീവിച്ചിരിക്കുന്ന പിതാവിൻ്റെ ഈ പോരാട്ടത്തെ നമ്മൾ അത്രത്തോളം ആദരവോടെ തന്നെയാണ് കാണേണ്ടത്. ഈ വിമാന അപകടമുണ്ടായി തൊട്ട് പിന്നാലെ നടന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലൊന്നും തന്നെ ഈ പൈലറ്റിന് ഇത്തരത്തിലുള്ള പിഴവ് സംഭവിച്ചായി പറയുന്നില്ല എന്നുള്ള കാര്യവും ഈ പിതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇത്തരത്തിൽ ഒരാളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും വിമാന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൈലറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിലേക്ക് പോകുന്നൊരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ പുഷ്കർ രാജ് സബർവാൾ ചൂണ്ടിക്കാട്ടുന്നത്. തൻ്റെ മകനെയും കാത്തിരുന്നത് അതേ ദുര്യോഗം തന്നെ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ചിലരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നുള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയ ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ എത്തിയപ്പോൾ അത് അവരുടേതല്ല എന്ന് തിരിച്ചറിയുകയും പിന്നീട് DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ആൾ മാറിപ്പോയതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും വിമാന അപകടം നടക്കുമ്പോൾ ഈ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിൽ പോലും വളരെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ പരിശോധനകൾ, ഓട്ടോപ്സി പരിശോധന നടന്നത് എന്നുള്ള കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും എയർ ഇന്ത്യ വലിയ വില കൊടുത്ത് വാങ്ങിയ ഡ്രീം ലൈനർ നടത്തിപ്പെട്ട ഇത്തരം വിമാനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോഴും അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്നത്. കാരണം അത്ര പെട്ടെന്ന് തകർന്ന് വീഴുന്ന അല്ലെങ്കിൽ അത്ര സാങ്കേതിക പ്രശ്നങ്ങളൊരു വിമാനമല്ല ഇത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ മറ്റൊരു വലിയ വിഭാഗം പറയുന്നത് ഈ വിമാനത്തിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾക്കെല്ലാം തന്നെ ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാണ് മറ്റു ചില സ്ഥിരമായി ഇത്തരം വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും 90 വയസ്സായിട്ടും തൻ്റെ മകന് വേണ്ടി പോരാടുന്ന ഈ ഒരു പിതാവിൻ്റെ പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നാളെ വിമാനാപകടം നടന്ന് ഒരു വർഷം തികയുമ്പോഴും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം.